ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ കാട്ടിലായിട്ടാണ് വരുന്നത്, വീടിന് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോകണം അപ്പോഴായിട്ടാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ അവിടെ പോകുന്നതായിരുന്നു. ഇപ്പോൾ അവിടത്തോട്ടുള്ള വഴിയൊക്കെ ക്ലോസ് ആയിട്ടിരിക്കുക, കുറേ കാടൊക്കെ കയറിയിട്ട് ഇപ്പം അങ്ങോട്ട് അങ്ങനെ ആരും പോകാറില്ല. നേരത്തേക്ക് നമ്മൾ അവിടെ പോകും, ഫോട്ടോയൊക്കെ എടുക്കാനും പിന്നെ അതുപോലെ തുണിയൊക്കെ അലക്കാനൊക്കെ പോകുന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് താഴോട്ട് പോയാൽ വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, ഇതാണ് എൻ്റെ വീട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണേ, കുറച്ച് താഴോട്ട് ഇറങ്ങി പോയാൽ മതി. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടുത്തെ, ഇപ്പം വെള്ളമുണ്ടോ, കുറേ നാളായി പോയിട്ട്. അപ്പം ഇങ്ങനെയാണ്, വെള്ളം ഉണ്ടോ, ഏത് അവസ്ഥയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വെച്ച്. അപ്പോൾ പൂ കണ്ടപ്പം എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കണം. അപ്പം പൂ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് അവളോട് പറഞ്ഞ ഐഡിയൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇവിടോട്ട് വന്നപ്പം കുറേ കുരങ്ങന്മാരെ ഉണ്ടായിരുന്നേ, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, ഫോണെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഒന്നിനെയും കാണുന്നില്ല. കുറേ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ കുരങ്ങന്മാർ ഒത്തിരി ഉണ്ട് കേട്ടോ. എപ്പോഴും നല്ല ശല്യമാണ്. ഇപ്പോൾ റംബുട്ടാനൊക്കെ ഉണ്ടാകുന്ന സമയമല്ലേ, അതുകൊണ്ട് എപ്പോഴും കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല, ഇച്ചിരി വെള്ളം കുറവാണ് കേസ്. അപ്പോൾ നേരത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ നല്ല, ഇപ്പം മഴയാകുമ്പോൾ നല്ല വെള്ളം ഉണ്ടായിരിക്കുമെന്ന് ഓർത്ത്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്. നേരത്തെ അതുവഴിയൊക്കെ വെള്ളം പോകുന്നതാണ് കേട്ടോ. ഇതൊരു കാടെല്ലാം നമ്മൾ റബ്ബർ തോട്ടമാണ് വരുന്നത്. ഇവിടെ ടാപ്പിംഗ് ഒക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കും. നേരത്തെ ഇത് വാനിലയുടെ കൃഷിയൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ റബ്ബറാണ് കേട്ടോ. ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. പക്ഷേ ഇവിടെ ഇപ്പം ഭയങ്കരമായിട്ട് വെള്ളം കുറവാണ്. നല്ല വെള്ളം ഉള്ളതാണ് ടൈമാണ്. ഇപ്പം കുറച്ച് മഴ കുറവായതുകൊണ്ടായിരിക്കും ഭയങ്കര വെള്ളം കുറവാണ്. ഇതിലേക്ക് നന്നായിട്ട് വെള്ളം പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പം കുറേ കുഞ്ഞ് പൊടിമീനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഫോണെടുത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചപ്പം അതിനെയും കാണുന്നില്ല. ഫോൺ എടുക്കുമ്പോൾ എല്ലാത്തിനും പോകുന്നു. അപ്പം കുറേ പൊടിമീൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അനങ്ങുമല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിപ്പോയി. പിന്നെ ഇവിടെ ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താഴെ കുറേ വീടൊക്കെ ഉണ്ട്. അപ്പം അവിടോട്ട് വെള്ളം, അവർക്ക് വീട്ടിലെ ആവശ്യത്തിനായിട്ടൊക്കെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇതുവഴി ഒരു ട്യൂബ് എന്നുണ്ട് കണ്ടോ, ഒരു പൈപ്പ് പോകുന്നുണ്ട് കേട്ടോ. ഓസാണേ. എടി ഇവിടെ മീനുണ്ട്. ഇത് കൊള്ളാമോ? അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ മീൻ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ മീനൊന്നും കിട്ടത്തില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇതുപോലൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞി ഞണ്ട്, പക്ഷെ ഇത് ചത്ത ഞണ്ടാണ് കേട്ടോ. നേരത്തെ ഇതുപോലെയൊക്കെ മീനൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തോർത്തും കൊണ്ടൊക്കെ വന്നിട്ട്, തോട്ടിലൊക്കെ വന്നിട്ട് ഇതുപോലെ മീൻ പിടിക്കും. അപ്പോൾ കുറേ മീനൊക്കെ കിട്ടാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് പോയപ്പം അവിടെ വഴി ക്ലോസാണ്. കാടെല്ലാം കയറിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വടിയും കൊണ്ടൊക്കെ അടിച്ചിട്ട് പോകാം. പിന്നെ ഞങ്ങൾ അത്രയ്ക്കൊരു റിസ്ക് എടുത്തില്ല. നല്ല കാടായിട്ട് കിടക്കും. നേരത്തെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ തിരിച്ചു പോകുന്നു. മീന വരികി കയറിക്കോ. ഇങ്ങോട്ട് തന്നെ.
അങ്ങനെ റിതുമ്മ ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവളങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും പിള്ളേരെ ഇങ്ങനെ വീട്ടിൽ വെച്ച് അടച്ച് വെച്ച് ഇരുത്താതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ പുറത്തോട്ടൊക്കെ വിടണം. അവർക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവളതുകൊണ്ട് അത് മാക്സിമം മുതലെടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷമല്ലേ. അങ്ങനെ 3 എണ്ണം കൂടെ അവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കാനൊക്കെ ഉള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ഒരു കയറ്റമാണ് കയറാൻ, അങ്ങോട്ട് കയറാനൊരു പാട് അതാ ഈ കാണുന്നത്. ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ ചീമപ്പുളി അത് കണ്ടു. ഒത്തിരിയൊന്നും ഇല്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു 3-4 നിൽപ്പുണ്ട്. അപ്പം കുറേയൊക്കെ തറയിൽ വീണ് അഴുക്കായി പോയിട്ടുണ്ട് കേട്ടോ. ആരും അങ്ങോട്ടൊന്നും വരാത്തത് കൊണ്ട് അങ്ങനെ കാണുന്നില്ല, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ പറിച്ച് ഞങ്ങൾ പിന്നെ കഴിച്ചുകൊണ്ട് പോയത്. റിതുവിന് ഒരെണ്ണം കൊടുത്തു. അത് തിന്നപ്പോഴുള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഇപ്പോൾ ഈ കാണാൻ പോകുന്നത്. ആഹാ, ഇതിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.